ചില വാർഡുകളിൽ ഇന്നും ഇപ്പോൾ വെള്ള പ്രശ്നമുണ്ട്. അത് വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണിയാണെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റി അവർക്ക് അറ്റകുറ്റപ്പണി ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ കോർപ്പറേഷൻ അവർ സർക്കുലർ തരാമെന്ന് പറഞ്ഞു. അരുവിക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് 1990 ഡിസൈൻ ചെയ്തതാണ്. ഇപ്പോൾ ജനസംഖ്യ ലക്ഷക്കണക്കിന് വർദ്ധിച്ചു. അതിനനുസരിച്ച് കാലാനുസൃതമായിട്ട് അതിന് മാറ്റങ്ങൾ വരുത്തണം. അത് പരിഹരിച്ചാലേ ഒക്കെ ഉള്ളൂ. ഇപ്പോൾ ഉറപ്പല്ലല്ലോ. അത് പരിഹരിച്ചാലേ ഒക്കെ ഉള്ളൂ. പരിഹരിക്കണമെങ്കിൽ ചെറിയ കാര്യമല്ല, അത്ര നിസ്സാരമല്ല. അപ്പോൾ അതിന് അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം. എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജലസേന വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളുടെ ചർച്ചകൾ തുടരും. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ ആർ സുഗതനെ കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്തതാണ്. മറുവശത്ത് നല്ല മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ വലിയ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതേസമയം മറുവശത്ത് മാസങ്ങൾക്ക് മുൻപ് വലിയ കുടിവെള്ള പ്രശ്നമായിരുന്നു നഗരത്തിലെ നിവാസികൾ നേരിട്ടത്. ഇതിനെല്ലാം തന്നെ പരിഹാരം കാണേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാവിലെയാണ് ബഹുമാനപ്പെട്ട മേയർ വി രാജേഷ് മന്ത്രിമാരുമായി ഇന്ന് ചർച്ച നടത്തിയത്. ഈ സുഗതൻ്റെ വിഷയം വന്നതിന് ശേഷം ഈ വെള്ളക്കെട്ടുമായുള്ള ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ മഴവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയ സാഹചര്യമാണുള്ളത്. എന്തായാലും ഈയൊരു സാഹചര്യത്തിൽ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭാ മേയറായ വി രാജേഷ് തന്നെ. ഈ കൗൺസിലർ സുഗതനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെയുണ്ട്. ആ വിഷയം നിലനിൽക്കുന്ന സമയത്ത് മറ്റ് വിഷയങ്ങളിൽ, അതായത് നഗരസഭയുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളും വാർത്താമാധ്യമങ്ങളിൽ നിന്നും മുങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് മന്ത്രിമാരുമായി യോഗം നടന്നു. എന്തായിരുന്നു ചർച്ച എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത്, ഭരണരംഗത്ത് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചർച്ചയാവും. ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ശ്രീ CP ജോൺ, അതുപോലെ തന്നെ ജില്ലയുടെ ചാർജുള്ള മന്ത്രിയാണ് അദ്ദേഹം, അതോടൊപ്പം തന്നെ ശ്രീ K മുരളീധരൻ, ശ്രീ മോൻസ് ജോസഫ്, ഈ 3 മന്ത്രിമാരും കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, സെക്രട്ടറി, മേയർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു യോഗം ചേർന്നു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒക്കെ തന്നെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഞങ്ങൾ കുടിവെള്ള പ്രശ്നവും അതോടൊപ്പം തന്നെ നഗരത്തിലെ വെള്ളക്കെട്ട് വളരെ ഡീറ്റെയിലായിട്ട് ചർച്ച ചെയ്തു. ഈ 2 പ്രശ്നവും കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ആത്യന്തികമായിട്ട് ഇത് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നുള്ളൊരു വിഷയമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു. ഇപ്പോൾ മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, ഇൻലാൻഡ് നാവിഗേഷൻ അവരൊക്കെ തന്നെ അവരവരുടേതായ തോടുകളും ആറുകളും ഒക്കെ തന്നെ ശുചീകരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആലോചനകൾ നടത്തി. എന്തായാലും ഞങ്ങൾ വളരെ ഇഫക്റ്റീവ് മീറ്റിംഗ് ആയിരുന്നു. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ തുടരും. അതോടൊപ്പം തന്നെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഷോർട്ട് ടേം പ്രോജക്ട്സും ലോങ് ടേം പ്രോജക്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതായത് ഇപ്പോൾ ചില വാർഡുകളിൽ ഇന്നും ഇപ്പോൾ വെള്ള പ്രശ്നമുണ്ട്. അത് വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണിയാണെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റി അവർക്ക് അറ്റകുറ്റപ്പണി ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ കോർപ്പറേഷൻ അവർ സർക്കുലർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നാളെ ഏത് വാർഡിൽ വെള്ളമില്ല, മറ്റന്നാളെ ഏത് വാർഡിൽ വെള്ളമില്ലെന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് നേരത്തെ തന്നെ ടാങ്കർ അറിയാൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പലപ്പോഴും അന്ന് രാവിലെയാണ് പത്രത്തിലൂടെ കാണുന്നത്. രാവിലെ 6 മണിക്ക് പത്രത്തിലൂടെ കണ്ട് പിന്നെ ചിലപ്പോൾ ടാങ്കർ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതിന് ഒരു തീരുമാനമായിട്ടുണ്ട്. നേരത്തെ തന്നെ വാട്ടർ അതോറിറ്റി ഞങ്ങളെ അറിയിക്കാം. അതോടൊപ്പം തന്നെ ലോങ് ടേം പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് അരുവിക്കരയിൽ നിന്ന് ഞങ്ങൾ ആ തുടക്കം പോലെ പറഞ്ഞു വരുന്നത്, അരുവിക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് 1990 ഡിസൈൻ ചെയ്തതാണ്. ഇപ്പോൾ ജനസംഖ്യ ലക്ഷക്കണക്കിന് വർദ്ധിച്ചു. അതിനനുസരിച്ച് കാലാനുസൃതമായിട്ട് അതിന് മാറ്റങ്ങൾ വരുത്തണം. അതിന് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും കൂടി ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ചില പ്രോജക്റ്റുകൾ കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ സമർപ്പിച്ച് പരമാവധി ഫണ്ട് നമുക്ക് അവിടെ നേടിയെടുത്ത് ആ പദ്ധതികളിലേക്ക് പോകണം. അരുവിക്കരയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വെള്ളത്തിൻ്റെ ലഭ്യത കൂട്ടാൻ വേണ്ടി പേപ്പാറ ഡാമിൻ്റെ ഹൈറ്റ് കുറേ കൂടി ഹൈറ്റിലേക്ക് വെള്ളം ഉയർത്താനുള്ളൊരു പെർമിഷൻ കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. എന്തായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജലസേന വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളുടെ ചർച്ചകൾ തുടരും. അതോടുകൂടി വെള്ളക്കെട്ടിനും കുടിവെള്ള പ്രശ്നത്തിനും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് പോവുകയാണ്. ഈ അരുവിക്കരയിൽ നിന്നും വരുന്ന ജലം ഒരുപാട് ലീക്കാവുന്നുണ്ട്. ആ പൈപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകി. അത് പരിഹരിച്ചാലേ ഒക്കെ ഉള്ളൂ. ഇപ്പോൾ ഉറപ്പല്ലല്ലോ. അത് പരിഹരിച്ചാലേ ഒക്കെ ഉള്ളൂ. പരിഹരിക്കണമെങ്കിൽ ചെറിയ കാര്യമല്ല, അത്ര നിസ്സാരമല്ല. അപ്പോൾ അതിന് അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതിന് എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ തുടർ ചർച്ചകൾ, ഈ 1 മീറ്റിങ്ങോ 2 മീറ്റിങ്ങോ ഉണ്ടല്ലോ, തുടർച്ചയായിട്ട് ഒരു മെക്കാനിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഈ സുഗതൻ്റെ വിഷയം, കൗൺസിലർ സുഗതൻ്റെ വിഷയം വരികയാണെങ്കിൽ 2 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അത്തരത്തിൽ ഒരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ 3 കൗൺസിൽ യോഗത്തിൽ തുടർച്ചയായി പങ്കെടുത്തില്ല എങ്കിൽ അയോഗ്യത പ്രഖ്യാപിക്കേണ്ടി വരുമോ? അയോഗ്യത പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടന്നോട്ടെ. പിന്നെ പ്രതിപക്ഷവും ഒക്കെ പറയട്ടെ, അവർക്കും പറയണ്ടേ. അവർക്ക് പറയാനുള്ള അവസരം കൊടുത്തിട്ട് അതിന് പരമാവധി വാർത്തയും കൊടുക്കണം എന്നുള്ളതാണല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് നടന്നോളൂ. എന്തായാലും ഭരണസമിതിയും സത്യപ്രതിജ്ഞ ചെയ്തതിനേക്കാൾ ഓരോ നിമിഷവും വളരെ ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ബാക്കി കാര്യങ്ങൾ വരാൻ നോക്കാം.
നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയമപരമായിട്ടാണ് കഴിഞ്ഞു. ബാക്കിയെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. ഇവിടെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ സുഗതൻ നിലവിലിപ്പോൾ തുടർച്ചയായി 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ല എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. 3 കൗൺസിൽ യോഗങ്ങളിൽ നിരന്തരം പങ്കെടുക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അയോഗ്യനാക്കാം എന്നുള്ളതാണ് നിയമമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ വാർഡ് കൗൺസിലറായ ശബരിനാഥൻ ഇക്കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞത് അടുത്ത അടിയന്തരമായി കൗൺസിൽ യോഗം വിളിക്കണം, അതിനുശേഷം അയോഗ്യത പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. എന്തായാലും അടുത്ത കൗൺസിൽ യോഗം എപ്പോഴാണ് എന്നുള്ളതാണ് പൊതുജനങ്ങളെല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. മേയർ വി രാജേഷ് നിലവിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിയമപരമായ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.